ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഗോകുൽ രവി, എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന്റെ തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ നല്ല ചൂടാണല്ലേ എന്നായിരുന്നു മറുപടി. ഡൽഹിയിൽ CPIM PB യോഗത്തിനെത്തിയതാണ് മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, നേരിട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിനോ ഒരു പ്രതികരണത്തിന് ഇതുവരെയും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തയ്യാറായിട്ടില്ല. ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് അപ്പുറത്തേക്ക് അതിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടുമില്ല. എങ്കിൽ പോലും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് CPM ജനറൽ സെക്രട്ടറി വരെ പറഞ്ഞ കാര്യത്തിൽ ഏതായാലും പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി അടക്കം മറുപടി പറയേണ്ടി വരില്ലേ? ഗോകുല്, തീർച്ചയായും പോൾ ബ്യൂറോ യോഗത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. നാളെയാണ് CPMന്റെ ഒരു ദിവസത്തെ പോൾ ബ്യൂറോ യോഗം ഡൽഹി AKG ഭവനിൽ ചേരുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനം, പ്രാഥമികമായ അവലോകനം ഈ യോഗത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യും. പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അവലോകനം എന്നിവയാണ് പ്രധാന അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ പോൾ ബ്യൂറോ യോഗത്തിന്റെ. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMനേറ്റ കനത്ത തിരിച്ചടി സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഡൽഹിയിൽ അദ്ദേഹം വന്ന് ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോട് ആ ചോദ്യം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി നൽകിയത് ഇവിടെ നല്ല ചൂടാണല്ലേ എന്നായിരുന്നു. പിന്നീട് ഒരിക്കൽ കൂടി ഡൽഹിയിൽ നല്ല ചൂടാണല്ലേ എന്ന് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ട് നടന്നു പോവുകയായിരുന്നു. അതിനിടെ 19 സീറ്റിലും തോൽവി ഏറ്റതിന് കാരണമായത് ഭരണവിരുദ്ധ വികാരമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഇപ്പോൾ അറിയുന്നേയുള്ളൂ ഇവിടെ എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം കേരള ഹൗസിലെ കൊച്ചിൻ പാലസിലേക്ക് നടന്നു പോവുകയായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എന്തായാലും നാളെ ചേരുന്ന പോൾ ബ്യൂറോ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അവലോകനം ഉണ്ടാകും. വിശദമായ അവലോകനം എന്നുള്ളത് പിന്നെ അടുത്ത ഘട്ടത്തിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം CPIയുടെ 3 ദിവസത്തെ ദേശീയ നേതൃയോഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുകയും കേരളത്തിലേത് ഭരണവിരുദ്ധ വികാരമാണോ ഈ പരാജയത്തിന് പിന്നിൽ എന്നത് അടക്കം പരിശോധിക്കണം എന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഗോകുൽ. ശരി ബൽറാം, ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി സംബന്ധിച്ച ചോദ്യങ്ങളെ അവഗണിക്കുവാനാണ് പരിഹാസത്തിലൂടെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അടക്കം വലിയ വിമർശനങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉന്നയിക്കുകയുമാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ധാരണയായി. കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ വികാരം രാഹുൽ ഗാന്ധി അറിയിച്ചെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഒരേ സ്വരത്തിൽ, ശക്തമായ സ്വരത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് CWC യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ആലോചിച്ച് ഉടൻ തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയും. റായ്ബറേലി നിലനിർത്താനാണ് ധാരണ. അടുത്തയാഴ്ച വയനാട് സന്ദർശിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അനുയോജ്യയായ സ്ഥാനാർത്ഥിയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. വൈകിട്ട് 6-ന് ചേരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, അങ്ങനെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുകയാണ്. വീണ്ടും ഒരു സുപ്രധാനമായ ചുമതലയിലേക്ക് രാഹുൽ എത്തുന്നു. ഒപ്പം ഇനി വയനാട്ടിൽ ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള തീരുമാനവും വരാനിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരികയാണ്. ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. PCCകളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മോദിയുടെ ഏകാധിപത്യ ഭരണത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ കൃത്യമായി ഉന്നയിക്കാൻ ശക്തമായ പ്രതിപക്ഷം വേണം. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ആ സ്ഥാനത്ത് വരണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഇതിനോട് രാഹുൽ ഗാന്ധി എന്തായാലും എതിർപ്പൊന്നും തന്നെ പ്രകടിപ്പിച്ചില്ല. ഒരു സാഹചര്യത്തിൽ CWCയിലെ വികാരം രാഹുൽ ഗാന്ധി ഉൾക്കൊള്ളാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ
അല്പസമയത്തിനകം പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ പാർലമെന്റ് പാർട്ടി യോഗം ചേരാൻ പോവുകയാണ്. ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കും. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയുള്ളൂ. അതോടൊപ്പം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തണമെന്നാണ് പൊതുവെ ഇന്ന് നേതാക്കളുടെ എല്ലാം തന്നെ ഉയർന്ന ആവശ്യം. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടായ മുന്നേറ്റം അത് തുടരണമെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ഉണ്ടാകണം. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും വയനാട് ഒഴിയേണ്ടി വരും. അത്തരം ചില ചർച്ചകൾക്ക് എന്തായാലും ഇപ്പോൾ കടക്കാൻ നേതൃത്വം ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയാകും സ്വീകരിക്കുക. ഈ മാസം 17-നകം ആ തീരുമാനം സ്വീകരിക്കും. രാഹുൽ ഗാന്ധി ഒഴിയുന്ന വേളയിൽ ഇനി വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പ്രിയങ്ക ഗാന്ധി അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണെന്ന് കുറിക്കുന്ന ശേഷം ഇപ്പോൾ 24 വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അത്തരം ചില ചർച്ചകളിലേക്ക് ഇപ്പോൾ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിലൊരു അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നിർണായക ഘട്ടങ്ങളിൽ ചുമതലകളിൽ നിന്ന് ഒളിച്ചോടുന്നവൻ എന്ന ആരോപണങ്ങൾക്ക് പരിഹാസത്തിന് ഇനി ഇടയില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുകയാണ്. അതിന്റെ സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഓഹരി കുംഭകോണം അടക്കമുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം നൽകിയതും. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നത് വോട്ടർമാരോടുള്ള നീതികേടെന്ന് CPI നേതാവ് ആനി രാജ. റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം നേരത്തെ അറിയിക്കണമായിരുന്നു. ഇപ്പോഴത്തെ നിലപാട് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് യോജിക്കാത്തതാണെന്നും ആനി രാജ കുറ്റപ്പെടുത്തി. ഇങ്ങനെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ള വിവരം അത് മറ്റത് പിന്നീടാണ് വന്നത്. പക്ഷേ ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നേരത്തെ പറയണമായിരുന്നു. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിങ്ങിന് ശേഷം അത്തരം ഒരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ്. അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. മൂന്നാം മോദി മന്ത്രിസഭയിലെ JDUവിന്റെ മന്ത്രിസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ധാരണകൾ പുറത്തുവരുന്നുണ്ട്. അതിലേക്ക് വരാം. മൂന്നാം മോദി മന്ത്രിസഭയിൽ JDUവിൽ നിന്ന് ലാലൻ സിംഗ് ക്യാബിനറ്റ് മന്ത്രിയാകും. രാംനാഥ് ഠാക്കൂർ കേന്ദ്ര സഹമന്ത്രിയുമാകും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നായിരുന്നു വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, 1 മുതൽ 3 സീറ്റുകൾ മന്ത്രിസ്ഥാനം വരെ ലഭിക്കുമെന്നായിരുന്നു മുമ്പുണ്ടായിരുന്ന ധാരണ. ഏതൊക്കെ വകുപ്പുകളാണ് എന്നതിൽ ഒരു കൃത്യത വരുന്നുണ്ടോ? ഈ വകുപ്പുകളുടെ കാര്യം സംബന്ധിച്ച് ഇതുവരെയും JDUവിന് ഏതെങ്കിലും ഉറപ്പ് നൽകിയതായിട്ട് BJP കേന്ദ്രങ്ങൾ പറയുന്നില്ല. പക്ഷേ ലല്ലൻ സിംഗിനെ പോലെയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വകുപ്പ് നൽകും എന്ന് BJP വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് റെയിൽവേയുടെ കാര്യത്തിൽ JDU നേരത്തെ അവകാശവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പ്രാദേശികമായിട്ട് ആ വിധത്തിൽ റെയിൽവേ JDUവിന് പ്രാദേശിക താല്പര്യങ്ങളുള്ള ആ പാർട്ടിക്ക് നൽകിയാൽ അത് മന്ത്രിസഭയിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് അതിന് തയ്യാറല്ല എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. അനുബന്ധമായിട്ട് മറ്റേതെങ്കിലും വകുപ്പ്, കൃഷി വകുപ്പ് അടക്കമുള്ള വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് അടക്കമുള്ള വകുപ്പുകളും പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നൽകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭവനായിരിക്കും ഈ വകുപ്പുകൾ വിജ്ഞാപനം ചെയ്യുക. ഇക്കാര്യത്തിൽ ഒരു ധാരണ ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ JDU നേതാവ് നിതീഷ് കുമാറിന് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തെന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ടല്ലോ. വാഗ്ദാനം നിതീഷ് കുമാർ നിരസിച്ചെന്നും JDU വക്താവ് KC ത്യാഗി പറഞ്ഞു. ഇതിനോട് ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ KC ത്യാഗി പറയുന്നത് ഇന്ത്യ മുന്നണി നൽകിയ വലിയ വാഗ്ദാനങ്ങൾ കൈവിട്ടിട്ടാണ് NDAക്കൊപ്പം തങ്ങളുടെ പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് നിതീഷ് കുമാറിനെ ഏതെങ്കിലും തരത്തിൽ വില കുറച്ച് കാട്ടുന്ന പ്രചരണങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലം അത് മറ്റു പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികൾ നരേന്ദ്രമോദി സർക്കാരിന്റെ സ്റ്റെബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവർ അത്തരത്തിലുള്ള ഇന്ത്യ മുന്നണി നൽകിയ ഉറപ്പ് എന്ന വിധത്തിൽ അല്ലെങ്കിൽ വാഗ്ദാനം എന്ന വിധത്തിൽ ആ ചർച്ചയുടെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിനനുബന്ധമായി ഇക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു മറുപടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ശരി, തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തന്നെ മമതാ ബാനർജിയും ശരത് പവാറും ഒക്കെ JDU അധ്യക്ഷനായ നിതീഷ് കുമാറിനെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി പദമാണ് ഇന്ത്യ മുന്നണി വാഗ്ദാനം ചെയ്തതെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ JDU നടത്തുന്നത്. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നടപ്പാത ഇടിഞ്ഞു താഴ്ന്നു. കടലാക്രമണത്തിൽ മണ്ണ് ഒലിച്ചു പോയതാണ് നടപ്പാത തകരാൻ കാരണം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ അപകടം എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? അതല്ല മറ്റ് നിയന്ത്രണങ്ങൾ ഇതേ തുടർന്നുണ്ടായിട്ടുണ്ടോ?
ഗോകുൽ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ സൗത്ത് ബീച്ചിന്റെ നടപ്പാതയാണ് ഒരു ഭാഗം ഇപ്പോൾ ഇടിഞ്ഞു താണിട്ടുള്ളത്. ശക്തമായ കടൽക്ഷോഭം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഈ നടപ്പാതയുടെ താഴ്വശത്ത് തിരയടയ്ക്കുകയും തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന മണ്ണും കല്ലും ഒലിച്ചു പോകുകയുമായിരുന്നു. അങ്ങനെയാണ് ഒരു ഭാഗം താഴേക്ക് ഇടിഞ്ഞ് താണിട്ടുള്ളത്. നിലവിൽ 100 മീറ്ററോളം ഭാഗത്താണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗങ്ങൾ, ഇടിഞ്ഞു താഴ്ന്ന ഭാഗങ്ങൾ നിലവിൽ ആളുകൾ കയറാത്ത രീതിയിൽ നിയന്ത്രിച്ചിരിക്കുകയാണ്. സമീപവശത്തും ഈ ഇടിയുമെന്ന ഒരു ഭീഷണി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്തതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. ഇടിഞ്ഞു താഴ്ന്ന സമയത്ത് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വീണ്ടും കടൽക്ഷോഭം ഉണ്ടാവുകയാണെങ്കിൽ ബാക്കി ഭാഗങ്ങൾ കൂടി ഇടിഞ്ഞു താഴാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ കടൽക്ഷോഭവും ഉച്ചയ്ക്ക് ശേഷം തീരദേശ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. സമീപമുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിന് നിരോധനം കേരള തീരത്ത് തുടരുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനാണ് നിരോധനമുള്ളത്. ചൊവ്വാഴ്ച വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോകുൽ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് കടലാക്രമണത്തെ തുടർന്ന് നടപ്പാതെ ഇടിഞ്ഞു താഴ്ന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്ക്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച വരെയാണ് നിയന്ത്രണം. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, പുതിയ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ എങ്ങനെ? ഗോകുൽ, ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് ഈ തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയാണ് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം സംസ്ഥാനത്ത് ഈ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കേരള തീരത്ത് അതിശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് അത്തരത്തിൽ തന്നെ ജനങ്ങൾ നീങ്ങണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലകളിലും തീരപ്രദേശത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയാണ് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം. അഖിൽ ഷാൻസ്താറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് ബസ്സിൽ നിന്ന് തെറിച്ച് വീണ് യാത്രക്കാരിക്ക് പരിക്ക്. വെള്ളപ്പാറയിൽ വെച്ച് ബസ് പെട്ടെന്ന് നിർത്തിയപ്പോൾ തുറന്നിട്ട വാതിലിലൂടെ യാത്രക്കാരി പുറത്തേക്ക് വീഴുകയായിരുന്നു. മറ്റൊരു യാത്രക്കാരി ബസ്സിനുള്ളിലും വീണു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ആ വാതിൽ അങ്ങനെ തുറന്നു വെച്ചതാണോ ഈ ഗുരുതരമായ ഒരു അപകടം ഉണ്ടാവാൻ കാരണം? ഗോകുൽ, പത്തനംതിട്ടയിൽ നിന്ന് ഇത്തരത്തിൽ വീഴാൻ പോയ യാത്രക്കാരനെ പിടിച്ചു നിർത്തിയ കണ്ടക്ടറെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പാലക്കാട് തുറന്നിട്ട വാതിലൂടെ റോഡിലേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്ത സ്ത്രീയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിക്കായിരുന്നു സംഭവം. ദേശീയപാതയിലെ വെള്ളപ്പാറ എന്ന സ്ഥലത്ത് വെച്ച് തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ നിന്നാണ് ഈ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് ബസ്സിനകത്ത് നിൽക്കുകയായിരുന്ന ഈ സ്ത്രീ, 39 വയസ്സുള്ള മുംതാജ് എന്ന സ്ത്രീ, റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇവർക്ക് തലയുടെ പിൻഭാഗത്തും ഷോൾഡറിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവർക്കൊപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന ഷൈല എന്ന സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ബസ്സിനകത്ത് തന്നെ വീഴുകയായിരുന്നു. ഈ സമയത്ത് ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ്. അതായത് അമിത വേഗതയിൽ എത്തി പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴാണ് ഈ സ്ത്രീ പുറത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, ഈ അപകടം പറ്റിയതിനു ശേഷവും ഇവരെ അവിടെ ഇറക്കി വിട്ട ശേഷം ഈ ബസ് അവിടെ നിന്ന് കടന്നു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അവരൊരു ഓട്ടോയിലാണ്, ഒരു പെട്ടി ഓട്ടോയിലാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. തന്നെ തങ്ങളെ ഒരു തരത്തിലുള്ള പരിഗണനയും അവർ നൽകിയില്ല, ഈ ബസ് ജീവനക്കാർ നൽകിയില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ കുഴൽമന്ദം പോലീസ് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിക്കേറ്റ മുംതാജ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റ് ചർച്ചകൾക്കായി മറ്റന്നാൾ ആരംഭിച്ച് 28 ദിവസം നിയമസഭ സമ്മേളിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച MLA-മാർക്ക് ഈ മാസം 17 വരെ നിയമസഭയിൽ തുടരാം. ഈ മാസം 13 മുതൽ 15 വരെ ലോക കേരള സഭ ചേരുമെന്നും സ്പീക്കർ അറിയിച്ചു. 15ാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ മാസം 10-ാം തീയതി ആരംഭിക്കുകയാണ്. ഈ സെഷനിനിടയിൽ ജൂൺ 13, 14, 15 തീയതികളിലാണ് ലോക കേരള സഭയുടെ
4ാം സമ്മേളനവും നമ്മുടെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് നടക്കുന്നത്. ജൂലൈ 25-ന് 15ാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിക്കും. ഇത് നാച്ചുറലി ഒരു 10 ദിവസം നിൽക്കാം. ജൂൺ 17-നുള്ളിലേ രാജിവെക്കേണ്ടതുള്ളൂ. രാജിവെക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അതും അവരുടെ പവറാണ്, ഡിസ്ക്രിഷണറി പവറാണ്. 17-നുള്ളിൽ മാത്രമേ സഭയെ നോക്കേണ്ടതുള്ളൂ. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാവുകയാണ്.